ഹലോ ഗായ്സ്. അപ്പം ഇന്ന് സ്കന്ദഷഷ്ടി ദിവസമാണ്. ഞാൻ ദേ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇത് ചാക്ക ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു മുരുകൻ്റെ ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ പ്രസിദ്ധമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം സ്കന്ദഷഷ്ടി എന്ന് പറയുന്നത് ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ച ദിവസമാണ്. അപ്പം വളരെ പ്രാധാന്യമുള്ളൊരു ഷഷ്ടി വ്രതം എടുക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു. കാരണം ഈ ഷഷ്ടി വ്രതം എന്ന് പറയുമ്പം മെയിനായിട്ട് നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഭഗവാനുള്ള അഭിഷേകങ്ങളാണ്. അഭിഷേകം കഴിക്കാനും തട്ടം നിവേദിക്കാനും ഒക്കെ നല്ല തിരക്കായിരുന്നു. അകത്ത് കയറാനൊക്കെ നല്ല പാടായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതെല്ലാം കണ്ട് ഭഗവാനെ തൊഴുത്, ഭഗവാനെ നല്ല അതിമനോഹരമായിട്ടാണ് ഇന്ന് അലങ്കരിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. എന്ത് രസമായിരുന്നു. ആ ഒരു ഭാഗത്ത് ആ ഭഗവാനെ കാണുമ്പോൾ തന്നെ വലിയൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. കാരണം അത്രയ്ക്ക് രസമായിരുന്നു ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ. അങ്ങനെ അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് പ്രസാദം വാങ്ങാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അവിടെ ഭഗവാനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് വെളിയിൽ അഭിഷേകം കഴിഞ്ഞ് ഭഗവാനെ വെളിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് കയറി തന്നെ പ്രസാദമൊക്കെ വാങ്ങി ഭഗവാനെ കണ്ട് നല്ലപോലെ തൊഴുതു. അന്നപ്രസാദം കഴിക്കാൻ പോയി. അന്നപ്രസാദം എന്ന് പറയുമ്പോൾ ഷഷ്ടി ചോറാണ്. ഈ പച്ചരിച്ചോറും സാമ്പാറും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനിതൊക്കെ കഴിച്ച് ഭഗവാനെ ഒന്നുകൂടെ കണ്ട് നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു. സോ താങ്ക് യു.